ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജറ്റ് മാസ്റ്റർ. ഇപ്പോൾ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കുറേയധികം കൺസെപ്റ്റ് ആർട്ടുകൾ പുറത്തായിരിക്കുന്നു. പ്രധാനമായിട്ടും ഡൂംസ് ഡേ, സീക്രട്ട് വാഴ്സ്, ഇതുകൂടാതെ ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് ആർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സോ എന്തൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ നോക്കാൻ പോകുന്നത്, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു റിലവൻസുമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ അത് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്യുക. ഞാനിപ്പോൾ പുതിയ നിൽക്കുന്ന വീഡിയോ എഴുതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. കൺസെപ്റ്റ് ആർട്ട്. ആദ്യം കൺസെപ്റ്റ് ആർട്ടുകൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. കൺസെപ്റ്റ് ആർട്ടുകൾ ഉദ്ദേശിക്കുന്നത് സിനിമയ്ക്ക് ഉപയോഗിക്കാൻ ചാൻസ് ഉള്ള ചില കൺസെപ്റ്റുകളെ അവർ ഒരു ഗ്രാഫിക്കൽ ഇമേജ് ആക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും സിനിമകളിൽ വരും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതിന്റെ ആർട്ട് ടീം അല്ലെങ്കിൽ ഡയറക്ടറുമായി ചേർന്ന ആർട്ട് ടീം സിനിമകളിൽ വരാൻ ചാൻസ് ഉള്ള ചില പ്ലോട്ടുകളെ അവർ ഒരു ഇമേജ് ആക്കി മാറ്റും. ഇതിൽ ഒട്ടുമിക്കതും വരാം, മിക്കതും വരാതെയും ഇരിക്കാം. എൻ ഗെയിമിന്റെ സമയത്തും ഇത് കൂടാതെ ഏജ് ഓഫ് അൾട്രോണിന്റെ സമയത്തെല്ലാം ഇതിനേക്കാൾ വലിയ കൺസെപ്റ്റ് ആർട്ടുകളെല്ലാം പുറത്തു വന്നിരുന്നു. സ്പൈഡർമാൻ നോ വേ ഹോം ആയ സിനിമയെ ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പുറത്തു വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആർട്ടായിരുന്നു ഡോക്ടർ സ്ട്രേഞ്ച് വേഴ്സസ് മിസ്റ്റീരിയോ എന്നുള്ളത്. ഇത് മാത്രമല്ലാതെ മെഗാ അൾട്രോൺ എന്നൊരു കൺസെപ്റ്റ് ആർട്ടിനെയും അവർ ഏജ് ഓഫ് അൾട്രോണിന്റെ ആ ഒരു സമയത്ത് ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇതൊന്നും തന്നെ സിനിമകളിൽ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ഇപ്പോൾ അത്തരത്തിലുള്ള ചില കൺസെപ്റ്റ് ആർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. സോ അതുകൊണ്ട് തന്നെ മാർവൽ ഈ സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയൊക്കെ ഏത് രീതിയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ ഒരു പരിധിവരെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ എന്തെങ്കിലും നമുക്ക് ഡീറ്റെയിലായിട്ട് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലാണ് കൺസെപ്റ്റ് ആർട്ടുകൾ വന്നിരിക്കുന്നത്. ഫാന്റാസ്റ്റിക് ഫോറുമായി ബന്ധപ്പെട്ടതും ഇതുകൂടാതെ സീക്രട്ട് വാഴ്സ്, ഡൂംസ് ഡേ എന്നീ സിനിമകളുമായി ബന്ധപ്പെട്ടത്. പ്രധാനമായിട്ടും ഫാന്റാസ്റ്റിക് ഫോറിന്റെ ആ ഒരു കൺസെപ്റ്റ് ആർട്ടുകളെല്ലാം ആ ഒരു സിനിമയിൽ മാത്രം നമുക്ക് കോർത്തിണക്കി വായിക്കാം. എന്നാൽ ഡൂംസ് ഡേയും അതേപോലെ സീക്രട്ട് വാഴ്സ് എന്നുള്ളത് നമുക്ക് ഒന്നിച്ച് വായിക്കാനും സാധിക്കും. കാരണം മാർവൽ ഇത് രണ്ടും ഒരു ഇൻഫിനിറ്റി വാർ, എൻ ഗെയിം എന്നീ സിനിമകളെ പോലെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നതും. ആദ്യം ഫാന്റാസ്റ്റിക് ഫോറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ നമ്മൾ ട്രെയിലറിൽ അല്ലെങ്കിൽ ആദ്യം ടീസറിൽ കണ്ടിട്ടുള്ളത് അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനായിട്ട് മാത്രമേ കാണാൻ സാധിക്കും. എന്നാൽ പോലും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ അവർ ഇതിൽ കാണിച്ചിട്ടുണ്ട്. മറ്റൊരുമല്ല, ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് ആണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിച്ചാർഡിന്റെ മകൻ തന്നെ. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ അല്ലെങ്കിൽ മാർവൽ കോമിക്സിലെ എക്കാലത്തെയും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്. ഒരു കുട്ടിയാണ്, എന്നാൽ പോലും പവർ അതിഭയങ്കരമാണ്. ഗലക്ടസ് ഉൾപ്പെടെയുള്ള പല സൂപ്പർ ഹീറോസിനെയും തോൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗലക്ടസ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് വരുന്നത് പോലും ഫ്രാങ്ക്ലിനെ തേടിയാണ് എന്നുള്ളതാണ്. ഒരു പരിധിവരെ ഇപ്പോൾ നമുക്ക് ലീഗിലൂടെ മനസ്സിലാക്കാനും സാധിക്കുന്നത് ഫാന്റാസ്റ്റിക് ഫോർ ഉള്ളത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ മെയിൻ യൂണിവേഴ്സിലല്ല, അഥവാ 616 മറ്റേതൊരു യൂണിവേഴ്സിലാണ്. ഇവിടെ നിന്നും ഇവർ ടൈം ട്രാവലോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സൽ ട്രാവലോ ഏതോ ഒരു വഴിയിലൂടെ അവർ 616ലേക്ക് എത്തുന്നു. റാഫ്റ്റ് എന്നൊരു ഉപയോഗം അല്ലെങ്കിൽ റാഫ്റ്റ് എന്നൊരു ഡിവൈസ് അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതും നമുക്ക് ഇതിന്റെ തന്നെ മറ്റൊരു കൺസെപ്റ്റ് ആർട്ടിലൂടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാർവൽ കോമിക്സിലും റാഫ്റ്റ് ഉണ്ട്. അതവർ ഇത്തരത്തിൽ മൾട്ടിവേഴ്സൽ ട്രാവലിന് വേണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശേഷം മറ്റൊരു കൺസെപ്റ്റ് ആർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂ തന്റെ പവർ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അഥവാ പുള്ളിക്കാരി കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ് ഈ ഒരു സിനിമയിൽ പവർ. നമ്മൾ കോമിക്സിൽ കണ്ടതിലും ഇതുകൂടാതെ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഫസ്റ്റ് സിനിമകളിൽ കണ്ടതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പവർ തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിക്കുന്നത്. അഥവാ സെയിം പവർ തന്നെയാണ്, എന്നാൽ പോലും കുറെ കൂടി അപ്ഗ്രേഡഡ് വേർഷൻ ആണ് അതിന്റെ എന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സിനിമയിൽ പറയാൻ സാധിക്കും. ശേഷം നമുക്ക് ഡൂംസ് ഡേയുടെയും ഇതുകൂടാതെ സീക്രട്ട് വാഴ്സിലെയും വരാം. ഒരു നോർമൽ സിനിമ ആരാധകന് ചിലപ്പോൾ ഈ 2 സിനിമകളും കണ്ടു കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവുകയുമില്ല, കുറെ കൂടി കൺഫ്യൂഷൻ ആവുകയും ചെയ്യും. കാരണം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആർട്ട് കണ്ടാൽ നമുക്ക് കുറെ കൂടി വ്യക്തമാക്കാൻ സാധിക്കുന്നു. അതായത് ഇവിടെ ടൈമിനൊരു പ്രസക്തിയുമില്ല. നമ്മൾ ഒരേ സമയം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒരേ സമയം കാണും, ഒരേ യൂണിവേഴ്സിൽ കാണും. കാരണം ഇവിടെ മൾട്ടിവേഴ്സ് എന്ന കൺസെപ്റ്റിനെ ഡൂംസ് ഡേ അല്ലെങ്കിൽ ഡോക്ടർ ഡൂം നശിപ്പിക്കും. ഒരൊറ്റ യൂണിവേഴ്സ് ആവും ബാറ്റിൽ വേൾഡ്. ഈ ബാറ്റിൽ വേൾഡിൽ പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അഥവാ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം കൂടെ പല പല സ്ഥലത്തായിട്ട് നടക്കും. പല പല സമയങ്ങളിലെല്ലാം മാറ്റി പല പല സ്ഥലത്തായിട്ട്. അതാണ് ബാറ്റിൽ വേൾഡ്. ഇവിടെ ഡോക്ടർ ഡൂം അല്ലെങ്കിൽ ഗോഡ് എംപറർ ഡൂം ഒരു ദൈവതുല്യനാണ് അല്ലെങ്കിൽ ദൈവമാണ്. ഈ ദൈവത്തിനെ സംരക്ഷിക്കാനായിട്ട് അവിടെ പല ആൾക്കാരുമുണ്ട്. ഇവരെല്ലാവരും തന്നെ അവഞ്ചേഴ്സ് ആണ്. അവഞ്ചേഴ്സിന്റെ വില്ലൻസുമാണ്, എല്ലാവരുമാണ്. അത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതി തന്നെ. നമുക്കിനി കൺസെപ്റ്റ് ആർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൾട്രോണിന്റെ തന്നെ ഒരു ലേഡി വേർഷൻ തന്നെയാണ്. കോമിക്സിലും അൾട്രോൺ തന്നെ ഒരു ലേഡി വേർഷനെ ഉണ്ടാക്കിയിരുന്നു. ശേഷം ഇതിൽ ഹോപ്പിന്റെ ഒരു കോൺഷ്യസ്നെസ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചു, എന്നാൽ പോലും അത് നടന്നില്ല. ശേഷം മറ്റൊന്നിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ സ്റ്റാർ ലോർഡും ഇതുകൂടാതെ വോങ്ങും യങ് അവഞ്ചേഴ്സിനെ പരിശീലിപ്പിക്കുന്നതായിട്ടും. ശേഷം മറ്റൊന്നിൽ കാണാൻ സാധിക്കുന്നത് ഇതേ സ്റ്റാർ ലോർഡും അൾട്രോണും സംസാരിക്കുന്നതും. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ളത്. എന്നാൽ തുടർന്ന് മറ്റുള്ള ഒന്നിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗോഡ് എംപറർ ഡൂമിനെ തന്നെയാണ്. അഥവാ ഡോക്ടർ ഡൂം തന്റെ ഒരു കൊട്ടാര തുല്യമായ സ്ഥലത്തിരിക്കുന്നു. അവിടെ ഒരു കുട്ടിയുണ്ട്, ഒരാളുണ്ട്, ശേഷം ഒരു പെണ്ണുമുണ്ട്. ആ ഒരു ആണെന്നത് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ഈ ബാറ്റിൽ വേൾഡിൽ ഡോക്ടർ ഡൂമിന്റെ ജനറൽ.
ശേഷം ആ കുട്ടി മിക്കതും ഫ്രാങ്ക്ലിൻ റിച്ചാർഡ് തന്നെ ആകാൻ സാധ്യത. അതല്ല ആ ഒരു പെണ്ണ് ആരാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. ആര് തന്നെയായാലും മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഡൂമിന് വേണ്ടി ജോലി ചെയ്യുന്നു. കാരണം ഇവിടെ ആർക്കും മെമ്മറീസ് ഇല്ല, അല്ലെങ്കിൽ പാസ്റ്റ് മെമ്മറീസ് ഇല്ല. ഇവരുടെ മെമ്മറീസിൽ ഉള്ളത് ഇവർ ഇവിടെ ജീവിച്ചു, ഡോക്ടർ ഡൂമിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡോക്ടർ ഡൂം എല്ലാവരുടെയും മെമ്മറി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. എന്നാൽ ചിലർക്ക് മാത്രം പഴയ മെമ്മറീസ് കാണും. അഥവാ മൾട്ടിവേഴ്സിനെ പറ്റിയും അവരുടെ യൂണിവേഴ്സിനെ പറ്റിയും ശേഷം ഇതെങ്ങനെ ഇങ്ങനെയായി തീർന്നു എന്നതിനെ പറ്റിയുള്ള ഒരു മെമ്മറി. ഇത്തരം മെമ്മറി ഉള്ളവരാണ് ശേഷം ഇതിനെ പഴയതുപോലെ ആക്കാൻ ശ്രമിക്കുന്നത്. കോമിക്സിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇതിനെ കൊണ്ടുപോകുന്നതും. വരും ദിവസങ്ങളിൽ വീഡിയോസിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കാം. ശേഷം മറ്റൊന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹൾക്കിന്റെ ഒരു ഫാമിലി പേര് തന്നെയാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് വലിയ വലിയ മതിലുകൾ പോലെയുള്ളവ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കോമിക്സിൽ നോക്കിയാലും നമുക്ക് സീക്രട്ട് വാഴ്സിലെ ആ ഒരു എഡിഷനിലായിട്ട് ഇത്തരത്തിലുള്ളവ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു മതിലിനപ്പുറം മറ്റൊരു വേൾഡാണ്, മറ്റു കുറെ ജീവികളാണ്. കോമിക്സിൽ മനസ്സിലായത് പ്രകാരം അവിടെ നമുക്ക് സോംബി അവഞ്ചേഴ്സിനെയും ഇതോടെ ബാക്കിയുള്ളവയെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു പാർട്ടീഷൻ പോലെ അതിവിടെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളത്. സോ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സീക്രട്ട് വാഴ്സ് വരും. ഇതേസമയം നമുക്ക് മറ്റൊരു കൺസെപ്റ്റായി കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് പാന്തറിന്റെ തന്നെയാണ്. എന്നാൽ ബ്ലാക്ക് പാന്തർ എന്നത് തച്ചാല അല്ല, മറിച്ച് തച്ചാലയുടെ ഗ്രാൻഡ് ഫാദർ ആണ് അസൂരി. സോ അതോട് തന്നെയാണ് ഞാൻ മുൻപേ തന്നെ പറഞ്ഞത്, ഇവിടെ ടൈമിന് പ്രസക്തിയില്ല. നമ്മളിവിടെ പലരെയും കാണും, ഏത് രീതിയിലും കാണും. മാർവലിന് വളരെയധികം ഫ്രീഡമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഏരി തന്നെയാണ് സീക്രട്ട് വാഴ്സ്. സോ അതോടെ തന്നെ നല്ല രീതിയിൽ ആരാധകർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. സോ എന്തായാലും മാർവൽ നല്ല രീതിയിൽ അത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് ഈ കൺസെപ്റ്റ് ആർട്ടുകളിലൂടെ വ്യക്തമാണ്. ഇതിൽ ഏതൊക്കെ വരും എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. എന്നാൽ പോലും മാർവലിന്റെ ആ ഒരു കഥ പറഞ്ഞു പോകുന്ന രീതി ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ അതോടെ തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ അതോടെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ അതോടൊപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തീർച്ചയായും പ്ലോട്ട്സും ഇവിടെ കമന്റ് ബോക്സിൽ പെടുത്താം. ഇതിന്റെ എപ്പിസോഡ് നമുക്ക് ഡീറ്റെയിൽ ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രതീക്ഷയോടെ എന്റെ വരമൽ യു വാച്ചിങ് വിഡ്ജറ്റ് മാസ്റ്റർ.